ഗുരുവായൂർ ഏകാദശിയുടെ പ്രാധാന്യം എന്താണ്? ഗുരുവായൂർ ഏകാദശി ദിവസം വ്രതം അനുഷ്ഠിച്ചാൽ ഒരു വർഷത്തെ എല്ലാ ഏകാദശികളുടെയും ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷ ഏകാദശിയായ ഈ ദിവസമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ചത് ഈ ദിവസമാണ്. അതിനാൽ ഇത് ഗീതാദിനം ആയും ആചരിക്കുന്നു. ഈ ദിവസം വൈകുണ്ഠനാഥനായ ശ്രീ മഹാവിഷ്ണു ദേവീ ദേവന്മാരോടൊപ്പം ഗുരുവായൂരിലേക്ക് എഴുന്നള്ളുമെന്നാണ് ഐതിഹ്യം. അതിനാൽ ഗുരുവായൂർ ഏകാദശി തൊഴുന്നത് എല്ലാ ദേവീ ദേവന്മാരുടെയും അനുഗ്രഹം ലഭിക്കാൻ കാരണമാകുന്നു. ഏകാദശി വ്രതം വിഷ്ണുപ്രീതിക്കായും ഈ വ്രതാനുഷ്ഠാനം സർവ ഐശ്വര്യവും മോക്ഷവും നൽകാൻ ഉത്തമമാണ്. ദശമി ദിവസം തുറക്കുന്ന ക്ഷേത്രനട ദ്വാദശി നാളിൽ മാത്രമേ അടയ്ക്കുകയുള്ളൂ. അതുകൊണ്ട് ഭക്തർക്ക് ദീർഘനേരം ദർശനം നടത്താൻ സാധിക്കും. വാതരോഗം ബാധിച്ച മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി നാരായണീയം എഴുതി ഭഗവാന് സമർപ്പിച്ചത് ഈ പുണ്യദിനത്തിലാണെന്നും വിശ്വസിക്കപ്പെടുന്നു. ചുരുക്കത്തിൽ ഗുരുവായൂർ ഏകാദശി ഏറ്റവും ശ്രേഷ്ഠവും സർവപാപഹരവുമായ ഏകാദശിയായി കണക്കാക്കപ്പെടുന്നു.